ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 കെമിസ്ട്രി അഞ്ചാമത്തെ യൂണിറ്റായ സർഫസ് കെമിസ്ട്രിയിലെ പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്, പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, ചാർജ് ഓഫ് കൊളോയിഡ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് ശ്രദ്ധാപൂർവം വീക്ഷിക്കുക. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡുകൾ രണ്ട് തരമുണ്ട്. ലയോഫിലിക് കൊളോയിഡ്സ് ഉണ്ട്, ലയോഫോബിക് കൊളോയിഡ്സ് ഉണ്ട്. ലയോഫിലിക് കൊളോയിഡ്സ് ഉണ്ടാക്കുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സൺ മീഡിയവും തമ്മിൽ വെറുതെ മിക്സ് ചെയ്താൽ മതി. എക്സാമ്പിൾ സ്റ്റാർച്ച് സൊല്യൂഷൻ. സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന കൊളോയിഡിലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് സ്റ്റാർച്ചും ഡിസ്പേഴ്സൺ മീഡിയം വാട്ടറുമാണ്. അപ്പോൾ നമ്മൾ വാട്ടർ ഒരു ബീക്കറിലെടുത്ത് അതിലേക്ക് കുറച്ച് സ്റ്റാർച്ച് പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയാണ് സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് പറയുന്ന ലയോഫിലിക് കൊളോയിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലയോഫിലിക് കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യാൻ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സൺ മീഡിയവും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ ലയോഫോബിക് കൊളോയിഡ്സ് ഉണ്ടാക്കുന്നത് മറ്റു രീതിയിലാണ്. ഒന്നുകിൽ കണ്ടൻസേഷൻ മെത്തേഡ് വഴി അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ മെത്തേഡ് വഴി മാത്രമേ ലയോഫോബിക് കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കൂ. ഫസ്റ്റ് വൺ, കണ്ടൻസേഷൻ മെത്തേഡ്. ഈ കണ്ടൻസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിൻ്റെ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവാണെങ്കിൽ, അതായത് അവയെ ആറ്റോമിക് സൈസുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നു, ആ പാർട്ടിക്കിൾസിനെ കൂടിച്ചേരാൻ അനുവദിച്ച് കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസിലേക്ക് മാറ്റണം. ഇപ്പം നമുക്കറിയാം കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് എത്രയാണ്? 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണ്. അപ്പോൾ 1 നാനോമീറ്ററിനേക്കാൾ സൈസ് കുറവുള്ള പാർട്ടിക്കിൾസിനെ പരസ്പരം കമ്പൈൻ ചെയ്യാൻ അനുവദിപ്പിച്ച് കൊളോയിഡ് സൈസുള്ള പാർട്ടിക്കിൾസാക്കി മാറ്റുക. അതാണ് ഈ കണ്ടൻസേഷൻ മെത്തേഡിൽ നടക്കുന്നത്. കണ്ടൻസേഷൻ മെത്തേഡിൽ 4 തരത്തിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കെമിക്കൽ മെത്തേഡ്സ് എന്നാണ് അവയെ വിളിക്കുക. അതിലൊന്നാമത്തെ ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൾഫറിൻ്റെ സോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ സൾഫറിൻ്റെ സോൾ ഉണ്ടാക്കുന്നത് ഒരു ബീക്കറിൽ ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ എടുത്ത് അതിൽ കൂടി സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡിനെ ഓക്സിഡൈസ് ചെയ്യും. അതായത് ഇവ തമ്മിൽ റിയാക്ട് ചെയ്ത് സൾഫർ പ്ലസ് H2 ആയിട്ട് മാറും. ഈ സൾഫറാണ് ഇവിടെ സോളായിട്ട് മാറുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്? ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ സൾഫറിൻ്റെ, അതായത് ഇവിടെ വരുമ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിട്ട് മാറി. അപ്പോൾ നമുക്കറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2ൽ നിന്ന് 0 ആവുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡ് ഓക്സിഡേഷൻ വിധേയമായി സൾഫർ സോളായിട്ട് മാറി. രണ്ടാമത്തെ മെത്തേഡാണ് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിരോക്സീകരണം. അതുവഴി നമുക്ക് കൊളോയിഡുകൾ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഗോൾഡ്, സിൽവർ തുടങ്ങിയ മെറ്റലുകളുടെ സോളുകൾ ഉണ്ടാക്കുക രീതിയിലാണ്. ഉദാഹരണത്തിന് ഗോൾഡിൻ്റെ സോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുക, ഗോൾഡിൻ്റെ ഒരു സാൾട്ട് സൊല്യൂഷൻ എടുക്കണം. അപ്പോൾ ഗോൾഡിൻ്റെ സാൾട്ട് സൊല്യൂഷനാണ് ഗോൾഡ് ക്ലോറൈഡ്, AuCl3. ആ ഗോൾഡ് ക്ലോറൈഡ് സൊല്യൂഷൻ ഒരു ബീക്കറിലെടുത്ത് അതിലേക്ക് SnCl2, അതായത് ടിൻ ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യണം. SN എന്ന് പറഞ്ഞാൽ ടിന്നാണ്, അത് നമ്മൾ ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ AuCl3 പ്ലസ് SnCl2 റിയാക്ട് ചെയ്ത് SnCl4 പ്ലസ് Au ആയിട്ട് മാറും. അതായത് AuCl3 റിഡക്ഷന് വിധേയമായി ഗോൾഡിൻ്റെ സോളായിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്? ഗോൾഡ് ക്ലോറൈഡിൽ ഗോൾഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഗോൾഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയി. അപ്പോൾ +3ൽ നിന്നും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആവുക, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. അപ്പോൾ ഗോൾഡ് ക്ലോറൈഡ് റിഡക്ഷൻ വിധേയമായിട്ട് ഗോൾഡ് സോൾ ആയിട്ട് മാറി. മൂന്നാമത്തെ മെത്തേഡാണ് ഹൈഡ്രോളിസിസ്. അപ്പോൾ ഹൈഡ്രോളിസിസ് വഴി നമ്മൾ സാധാരണ ഉണ്ടാക്കുക ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ സോളുകൾ ഈ രീതിയിലാണ് ഉണ്ടാക്കുക. എങ്ങനെയാണ്? ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഫെറിക് ക്ലോറൈഡ് ടു എക്സസ് ഓഫ് ബോയിലിംഗ് വാട്ടർ. അതായത് ഒരു ബീക്കറിൽ നമ്മൾ ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ടിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, പൂരിത ലായനി ഉണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കുക? ഒരു ബീക്കറിലേക്ക് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു, കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നു, നന്നായിട്ട് ഇളക്കി ലയിപ്പിക്കുന്നു. അങ്ങനെ വീണ്ടും കുറച്ച് ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു, ഇളക്കി ലയിപ്പിക്കുന്നു. അങ്ങനെ ഈ വാട്ടറിലേക്ക് നമ്മൾ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്ത് അവസാനം കുറച്ച് ലയിക്കാതെ വരുന്നൊരവസ്ഥ വരെ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതിനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക.
പൂരിതലായി. അങ്ങനെ ഫെറിക് ക്ലോറൈഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒരു ബീക്കറിലെടുത്ത് മറ്റൊരു ബീക്കറിൽ ബോയിലിംഗ് വാട്ടർ, തിളയ്ക്കുന്ന വെള്ളം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഈ ഫെറിക് ക്ലോറൈഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഫെറിക് ക്ലോറൈഡ് ഹൈഡ്രോളിസിന് വിധേയമായി ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ സോൾ ഉണ്ടാകുന്നു. നമുക്കറിയാം അഡീഷൻ ഓഫ് വാട്ടറിനെയാണ് ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഫെറിക് ക്ലോറൈഡ് വാട്ടറുമായി കമ്പൈൻ ചെയ്ത് ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ സോളും പ്ലസ് HCl ആയിട്ട് മാറുന്നു. നാലാമത്തെ മെത്തേഡാണ് ഡബിൾ ഡീകമ്പോസിഷൻ. ഇപ്പോൾ ഡബിൾ ഡീകമ്പോസിഷൻ ഇത് ആഴ്സനിക് സൾഫൈഡിൻ്റെ സോളുകൾ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ആഴ്സനിക് എന്ന് പറയുന്ന മെറ്റൽ, അതിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ആഴ്സനിക് സൾഫൈഡ്. ഈ ആഴ്സനിക് സൾഫൈഡിൻ്റെ സോൾ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ്. എങ്ങനെയാണ്? ആഴ്സനസ് ഓക്സൈഡ് സൊല്യൂഷനിൽ കൂടി ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്യണം. ആ പാസ് ചെയ്യുമ്പോൾ അവ തമ്മിൽ പരസ്പരം റിയാക്ട് ചെയ്ത് ആഴ്സനസ് സൾഫൈഡിൻ്റെ സോളും പ്ലസ് വാട്ടറുമായിട്ട് മാറും. അപ്പോൾ എന്താണ് ആഴ്സനസ് ഓക്സൈഡ്? AS2O3. അതിൽ കൂടി ഹൈഡ്രജൻ സൾഫൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്യണം. ആ പാസ് ചെയ്യുമ്പോൾ അവ തമ്മിൽ റിയാക്ട് ചെയ്ത് AS2S3 ആഴ്സനിക് സൾഫൈഡിൻ്റെ സോളും പ്ലസ് വാട്ടറുമായിട്ട് മാറുന്നു. ഇതാണ് 4 കണ്ടൻസേഷൻ മെത്തേഡുകൾ. ഈ 4 കണ്ടൻസേഷൻ മെത്തേഡുകൾ കെമിക്കൽ റിയാക്ഷൻ വഴിയായതുകൊണ്ട് ഇവയെ നമ്മൾ കെമിക്കൽ മെത്തേഡ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ രീതിയാണ്, അതായത് ലയോഫോബിക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാനുള്ള രണ്ടാമത്തെ രീതിയാണ് ഡിസ്പേഴ്സൺ മെത്തേഡ്. ഡിസ്പേഴ്സൺ മെത്തേഡിൻ്റെ പ്രത്യേകത 1000 നാനോമീറ്ററിനേക്കാൾ സൈസ് കൂടുതലുള്ള പാർട്ടിക്കിൾസിനെ ചെറിയ കഷ്ണങ്ങളായി ബ്രേക്ക് ചെയ്യിപ്പിച്ച് കൊളോയിഡ് സൈസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കറിയാം കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് 1 നാനോമീറ്ററിനേക്കാൾ കുറവ് സൈസുള്ള പാർട്ടിക്കിൾസിനെ കമ്പൈൻ ചെയ്യിപ്പിച്ച് കൊളോയിഡ് സൈസിലേക്ക് മാറ്റുന്നു. ഇവിടെ 1000 നാനോമീറ്ററിനേക്കാൾ കൂടുതൽ സൈസുള്ള പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ചെയ്യിപ്പിച്ച് കൊളോയിഡ് പാർട്ടിക്കിൾസാക്കി മാറ്റുകയാണ്. അതാണ് ഈ ഡിസ്പേഴ്സൺ മെത്തേഡ്. ഡിസ്പേഴ്സൺ മെത്തേഡിൽ ഒന്നാമത്തെയാണ് പെപ്റ്റൈസേഷൻ. പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് precipitate into colloid by shaking it with dispersion medium containing small amount of electrolyte. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡാക്കി മാറ്റുക, അതാണ് പെപ്റ്റൈസേഷൻ. ഈ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിലെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് 1000 നാനോമീറ്ററിനേക്കാൾ കൂടുതലാണ്. അതാണ് പ്രസിപ്പിറ്റേറ്റ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. അങ്ങനെ 1000 നാനോമീറ്ററിനേക്കാൾ സൈസ് കൂടുതലുള്ള പ്രസിപ്പിറ്റേറ്റിനെ 1000 നാനോമീറ്ററിനേക്കാൾ കുറവ് സൈസുള്ള കൊളോയിഡാക്കി മാറ്റുക. എങ്ങനെ കൊളോയിഡാക്കി മാറ്റുന്നു? ഒരു ഇലക്ട്രോലൈറ്റ് ലയിച്ചിരിക്കുന്ന ഡിസ്പേഴ്സൺ മീഡിയത്തിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ആഡ് ചെയ്ത് നന്നായി ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ അത് കൊളോയിഡായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഫെറിക് ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റിനെ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ സോള് കൊളോയിഡാക്കി മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളൊരു ബീക്കറിൽ എന്ത് ആഡ് ചെയ്യണം? ഒരു ബീക്കറിൽ ഡിസ്പേഴ്സൺ മീഡിയം, ഇപ്പോൾ ഡിസ്പേഴ്സൺ മീഡിയം ഇവിടെ വാട്ടറാണ്, വാട്ടർ എടുക്കുന്നു. അതിലേക്ക് കുറച്ച് ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു. ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് വാട്ടറിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. അതടങ്ങിയ ബീക്കറിലേക്ക് നമ്മൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. ആ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഫെറിക് ഹൈഡ്രോക്സൈഡിൻ്റെ കൊളോയിഡായിട്ട് മാറും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന മെറ്റലും അതിൻ്റെ തന്നെ ഒരു സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം ഈ ഇലക്ട്രോലൈറ്റായിട്ട് എടുക്കുന്നത്. അതായത് ഫെറിക് ഹൈഡ്രോക്സൈഡ് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫെറിക് അയണിൻ്റെ തന്നെ ഒരു സാൾട്ടായിരിക്കണം ഇലക്ട്രോലൈറ്റ് ആവേണ്ടത്. അല്ലാതെ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക പെപ്റ്റൈസേഷനാണ്. ഈ പെപ്റ്റൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റുകളെ നമ്മൾ വിളിക്കുക പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്നാണ്. ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഫോർ ദ പെപ്റ്റൈസേഷൻ ഈസ് കോൾഡ് പെപ്റ്റൈസിങ് ഏജൻറ്റ്. ഇനി ഡിസ്പേഴ്സൺ മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡാണ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓർ ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ്. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ ഓർ ബ്രിഡിക്സ് ആർക്ക് മെത്തേഡ്, ഈ രീതി വഴി നമ്മൾ പ്ലാറ്റിനം, സിൽവർ, കോപ്പർ, ഗോൾഡ് തുടങ്ങിയ മെറ്റലുകളുടെ സോളുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഒരു ബീക്കറിൽ ഡിസ്പേഴ്സൺ മീഡിയം എടുക്കുന്നത് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ബീക്കറിൽ ഡിസ്പേഴ്സൺ മീഡിയം വാട്ടറാവാം, ആൽക്കഹോളാവാം, ഏത് വേണമെങ്കിലാവാം. ഇപ്പോൾ ഡിസ്പേഴ്സൺ മീഡിയം ഇവിടെ ഉണ്ട്, വാട്ടറാണെന്ന് വിചാരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് മെറ്റലിൻ്റെയാണ് സോൾ പ്രിപ്പയർ ചെയ്യണേ ആ മെറ്റലിൻ്റെ 2 റോഡുകൾ, അതിൽ ദണ്ടുകൾ, ആ മെറ്റൽ ഇപ്പോൾ ഗോൾഡാണെങ്കിൽ ഗോൾഡിൻ്റെ റോഡുകൾ 2 ഒരു ആർക്ക് പോലെ വെച്ചിരിക്കുകയാണ്. ഇനി അതിന് നമ്മൾ ഇലക്ട്രിക്കൽ ആർക്ക് എന്ന് പറയുന്നു. ആ ഇലക്ട്രിക്കൽ ആർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് കൊടുക്കുക, അതായത് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം.
ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ആർക്ക് പോലെയാണ്, വളരെ അടുത്തടുത്താണ് ഈ മെറ്റൽ റോഡുകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റൽ റോഡുകളുടെ ഇടയിൽ ഹൈ വോൾട്ടേജ് വരുമ്പോൾ അവ എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. അതായത് ഈ മെറ്റൽ റോഡിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ആറ്റങ്ങൾ വേപ്പറൈസ് ചെയ്യും. വേപ്പറൈസ് ചെയ്ത് മുകളിലോട്ട് വരും. ആ മുകളിലോട്ട് വരുന്ന ആറ്റങ്ങൾക്ക് സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവാകും. അങ്ങനെ ഈ 1 നാനോമീറ്ററിനേക്കാൾ സൈസ് കുറവുള്ള പാർട്ടിക്കിൾസിനെ എന്തു ചെയ്യും? ചുറ്റും വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ്സ് കണ്ടൻസ് ചെയ്യും. നമുക്കറിയാം ഈ ബീക്കറിന് ചുറ്റും ഈ കാണുന്നത് ഐസ് ക്യൂബ്സാണ്. ഈ ഐസ് ക്യൂബ് എന്ത് ചെയ്യും? ഈ മെറ്റൽ റോഡിൽ നിന്ന് വേപ്പറൈസ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ആറ്റോമിക് സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവുള്ള ആറ്റങ്ങളെ കണ്ടൻസ് ചെയ്യിപ്പിക്കും. കണ്ടൻസ് ചെയ്യിപ്പിച്ചിട്ട് 1 നാനോമീറ്ററിനേക്കാൾ സൈസ് കൂടുതലുള്ള കൊളോയിഡ് പാർട്ടിക്കിൾസാക്കി മാറ്റും. അതാണ് ഈ ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അഥവാ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിൽ നടക്കുന്നത്. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത ഇതിൽ കണ്ടൻസേഷനും നടക്കുന്നുണ്ട്, ഡിസ്പേഴ്സനും നടക്കുന്നുണ്ട്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്, കൊളോയിഡിനെ പ്രിപ്പയർ ചെയ്യുന്ന ഏത് മെത്തേഡിലാണ് കണ്ടൻസേഷനും ഡിസ്പേഴ്സനും നടക്കുന്നത്? ഇത് രണ്ടും നടക്കുന്നത് ഈ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡിലാണ്. എവിടെയാണ് ഈ ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്? ഈ മെറ്റൽ റോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് 1000 നാനോമീറ്ററിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിന് ഹൈ വോൾട്ടേജ് കിട്ടുമ്പോൾ അതിൽ എന്ത് ചെയ്യും? അത് ബ്രേക്ക് ചെയ്തിട്ട് പാർട്ടിക്കിൾസായിട്ട് മാറും. ആ പാർട്ടിക്കിൾസിൻ്റെ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവായിരിക്കും. ആ 1 നാനോമീറ്ററിനേക്കാൾ കുറവ് സൈസുള്ള പാർട്ടിക്കിൾസിനെ ഈ ഐസ് ക്യൂബ് എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യിപ്പിക്കും. എന്നിട്ടാണ് അത് കൊളോയിഡ് പാർട്ടിക്കിൾസായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കണ്ടൻസേഷൻ മെത്തേഡും അതുപോലെ തന്നെ ഡിസ്പേഴ്സൺ മെത്തേഡും നടക്കുന്നത്. പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്. The process used for reducing the amount of impurities is known as purification of colloid. ഇപ്പോൾ നമുക്കറിയാം, ഒരു കൊളോയിഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കൊളോയിഡിലെ ഇമ്പ്യൂരിറ്റീസ് വരും. ഇവിടെ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. ആ ഇലക്ട്രോലൈറ്റുകളെ കൊളോയിഡിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. കൊളോയിഡുകളെ പ്യൂരിഫൈ ചെയ്യാൻ സാധാരണ 3 മെത്തേഡുകളാണ് ഉപയോഗിക്കുക. 1 ഡയാലിസിസ്, 2 ഇലക്ട്രോ ഡയാലിസിസ്, 3 അൾട്രാ ഫിൽട്രേഷൻ. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഡയാലിസിസ്. ഇപ്പോൾ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് എ ഡിസോൾവ്ഡ് സബ്സ്റ്റാൻസ് ഫ്രം എ കൊളോയിഡൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ സ്യൂട്ടബിൾ മെംബ്രെയിൻ. അതായത് നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള, അതായത് മാലിന്യങ്ങൾ അടങ്ങിയിട്ടുള്ള കൊളോയിഡിനെ ഒരു ബാഗിലെടുക്കുകയാണ്. ഇവിടെ ഈ ബാഗ് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണ്. ഈ കമ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അനിമൽ മെംബ്രെയിൻ കൊണ്ടാണ്. എന്താണ് അനിമൽ മെംബ്രെയിൻ? മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഇംപ്യൂർ കൊളോയിഡിന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 ഭാഗത്ത് നമ്മൾ ഒരു സോൾവെൻറ്റ്, ഇപ്പോൾ ഫ്രഷ് വാട്ടർ നമ്മൾ സോൾവെൻ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ ഫ്രഷ് വാട്ടർ ഇതിൽ കൂടി സോൾവെൻ്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രഷ് വാട്ടർ, അതായത് ഇതിനൊരു ഇന്നും ഔട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിലേക്ക് ഈ ഇംപ്യൂർ കൊളോയിഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇംപ്യൂർ കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ്, ആ ഇമ്പ്യൂരിറ്റീസ് ഈ മെംബ്രെയിൻ വഴി, ഇതാണ് മെംബ്രെയിൻ, ആ മെംബ്രെയിൻ വഴി ഇത് സോൾവെൻറ്റിലേക്ക് കടക്കുകയും സോൾവെൻറ്റിൽ നിന്നും അതിന് ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഈ കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റാണ്. ഇപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഉണ്ടാവും. ഈ അയോൺസുകൾ ഈ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി സോൾവെൻറ്റിലേക്ക് വരികയും അവിടെ നിന്ന് ഇത് പുറത്തേക്ക് വരികയും ചെയ്യും. അങ്ങനെ ഒരു കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന സോളുബിളായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളെ ഡിഫ്യൂഷൻ മെത്തേഡ് വഴി നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡയാലിസിസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബ്ലഡ്, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ ഡയാലിസിസ് നടത്തുകയാണ് പ്യുവർ ബ്ലഡാക്കി മാറ്റാൻ ചെയ്യുന്നത്. അതായത് കിഡ്നി കംപ്ലൈൻറ്റുള്ള പേഷ്യൻസിൽ ഇത്തരത്തിലുള്ള ഡയാലിസിസ് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡാണ് ഇലക്ട്രോ ഡയാലിസിസ്. ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സ്ലോ ആണ്. ഈ പതുക്കെ നടക്കുന്ന ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് വേഗത്തിലാക്കാൻ പറ്റും, ഫാസ്റ്റാക്കാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ 2 ഭാഗത്തും ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കുക, ഈ ചിത്രത്തിലൂടെ കാണാം, ഒരു ബീക്കറിൽ നമ്മൾ വാട്ടർ എടുത്തിരിക്കണം, അതായത് ഡിസ്പേഴ്സൺ മീഡിയം വാട്ടർ എടുത്തിരിക്കണം. ഇതിലേക്ക് നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള കൊളോയിഡ് സസ്പെൻഡ് ചെയ്തിരിക്കണം. അതായത് അനിമൽ മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാഗ്, ആ ബാഗിനകത്ത് ഇംപ്യൂർ കൊളോയിഡ് എടുത്തിട്ട് അത് ഈ വാട്ടറിൽ സസ്പെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ ഡിഫ്യൂഷൻ എന്താണ് നടക്കുക? ഡയാലിസിസ് ആണ് നടക്കുക. ഈ ഡയാലിസിസ് ഒന്നുകൂടി വേഗത്തിലാക്കാൻ വേണ്ടി ഈ കൊളോയിഡിൻ്റെ 2 ഭാഗത്തും മെറ്റലിൻ്റെ പ്ലേറ്റ് വെച്ച് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിരിക്കുകയാണ്. കാണാൻ നമുക്ക് സാധിക്കും, മെറ്റലിൻ്റെ പ്ലേറ്റ് വെച്ച് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിരിക്കുകയാണ്.
അതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ്, സാധാരണ ഇമ്പ്യൂരിറ്റീസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും, ആ അയോൺസുകൾ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പോസിറ്റ് ചാർജിലെ ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അത്തരത്തിലുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ ഇലക്ട്രോ ഡയാലിസിസ് എന്ന് വിളിക്കുന്നത്. അതായത് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ കൊളോയിഡ് ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോ ഡയാലിസിസ്. ഇവിടെ ഫിൽട്രേഷൻ തന്നെയാണ് നടക്കുന്നത്, വളരെ വേഗത്തിലാക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഈ അയോൺസുകളാണ് സാധാരണ ഈ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഉണ്ടാവുക. അതാണ് വളരെ വേഗത്തിൽ ഓപ്പോസിറ്റ് ചാർജിലെ ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുകയും ഡയാലിസിസ് വേഗത്തിലാവുകയും ചെയ്യും. മൂന്നാമത്തെ മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യുക. ഇവിടെ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഫിൽട്ടർ പേപ്പറാണ്. ആ ഫിൽട്ടർ പേപ്പറാണ് നമ്മൾ അൾട്രാ ഫിൽട്ടർ പേപ്പർ എന്നാണ് വിളിക്കുക. അപ്പോൾ അൾട്രാ ഫിൽട്ടർ പേപ്പർ എന്ന് പറയുന്ന സ്പെഷ്യലി ഡിസൈൻഡ് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുക. ആ പ്രോസസ്സിനെയാണ് അൾട്രാ ഫിൽട്രേഷൻ വിളിക്കുക. ഇവിടെ ഈ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത് ഓർഡിനറി ഫിൽട്ടർ പേപ്പറിലേക്ക് കൊളോയിഡിയോൺ സൊല്യൂഷൻ നിറച്ചാണ്. ഓർഡിനറി ഫിൽട്ടർ പേപ്പർ പ്രത്യേകത എന്താണ്? അതിലെ പോർസുകൾക്ക് സൈസ് വളരെ കൂടുതലാണ്. അതായത് അവയിലെ സൂക്ഷ്മദ്വാരങ്ങൾക്ക് സൈസ് കൂടുതലായതുകൊണ്ട് അവയുടെ സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടി കൊളോയിഡിയോൺ എന്ന് പറയുന്ന സൊല്യൂഷൻ ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൽ നിറയ്ക്കുകയാണ്. ആ നിറയ്ക്കുമ്പോൾ അതിൻ്റെ സൈസ് കുറയും, അതായത് അതിൻ്റെ പോർസൊക്കെ റെഡ്യൂസ് ചെയ്യപ്പെടും, അതിൻ്റെ സൈസ്. അതായത് ഇവിടെ നമ്മൾ കൊളോയിഡിയൻ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുക? ഇറ്റ് ഈസ് എ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോ സെല്ലുലോസ് ഇൻ എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. ആൽക്കഹോളും ഈതറും കൂടി മിക്സ് ചെയ്ത ആ സൊല്യൂഷനിലേക്ക് നൈട്രോ സെല്ലുലോസ് 4% നമ്മൾ ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൊളോയിഡിയൻ സൊല്യൂഷൻ ഉണ്ടാക്കുക. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൻ്റെ സൈസ് കുറയ്ക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ഫിൽട്ടർ പേപ്പറുകളാണ് ഈ കാണുന്നത്. ഇതാണ് അൾട്രാ ഫിൽട്ടർ പേപ്പറിൻ്റെ കാട്രിഡ്ജാണിത്. ഇത് അൾട്രാ ഫിൽട്ടർ പേപ്പറാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഫിൽട്രേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് കൊളോയിഡിനെ എന്ത് ചെയ്യാം? പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കും. പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡുകളിലെ പ്രോപ്പർട്ടികളിൽ പ്രധാനപ്പെട്ടതാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് അതിലാണ് വരിക. ടിൻഡൽ ഇഫക്റ്റ് നമുക്കറിയാം. ഒരു ബീക്കറിൽ നമ്മളൊരു കൊളോയിഡ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർച്ച് സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ മിൽക്ക് ആവാം. ഒരു ബീക്കറിൽ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ കൂടി നമ്മൾ ഒരു ബീം ഓഫ് ലൈറ്റിനെ കടത്തി വിടുകയാണ്. സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് ഇതിനകത്ത് കൂടി കടത്തി വിടുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ ആ ലൈറ്റ് കടന്നു പോകുന്ന പാത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു ബീക്കറിൽ നമ്മൾ സൊല്യൂഷൻ, ട്രൂ സൊല്യൂഷൻ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, അങ്ങനെ ട്രൂ സൊല്യൂഷൻ എടുത്ത് അതിൽ കൂടെയാണ് ഈ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് കടത്തി വിടുന്നതെങ്കിൽ ലൈറ്റ് കടന്നു പോകുന്ന പാത്തിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടിൻഡൽ ഇഫക്റ്റ് എന്ന് വിളിക്കുക. The phenomenon of scattering of light by colloidal particles and as a result of which path of the light becomes visible is called a Tyndall effect. അതായത് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ സൈസ് 1 നാനോമീറ്ററിന് 1000 നാനോമീറ്ററിന് ഇടയിലാണ്. ഇത്രയും സൈസുള്ള പാർട്ടിക്കിൾസ് ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. ആ സ്കാറ്റർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആവുന്നത്. അതാണ് ടിൻഡൽ ഇഫക്റ്റിൽ സംഭവിക്കുന്നത്. എന്നാൽ ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവാണ്. അപ്പോൾ അതിനെ സ്കാറ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല പാർട്ട്. അപ്പോൾ അവിടെ ഈ ടിൻഡൽ ഇഫക്റ്റ് സംഭവിക്കുന്നില്ല. ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഫോഗ്. ഈ ഫോഗ് ഏർലി മോർണിംഗിൽ ഫോഗ് ഇവിടെ എന്താണ് കാണാൻ സാധിക്കും. ആ ഫോഗ് ഒരു കൊളോയിഡാണ്. അതിൽ ഈ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ ടിൻഡൽ ഇഫക്റ്റ്, ആ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആവുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ടിൻഡൽ ഇഫക്റ്റ് സംഭവിക്കണമെങ്കിൽ അവിടെ 2 കണ്ടീഷൻസ് പാലിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്റർ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ വളരെ കുറവാകാൻ പാടില്ല. എന്താണ് കണ്ടീഷൻ? ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഡയാമീറ്റർ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ വളരെ കുറവാകാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേഴ്സൺ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ അപവർത്തനാങ്കം.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏതിൻ്റെ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേഴ്സൺ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ രണ്ട് കണ്ടീഷൻസ് പാലിച്ചാൽ മാത്രമാണ് ടിൻഡൽ ഇഫക്റ്റ് ഉണ്ടാകുക. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. മെക്കാനിക്കൽ പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിളും ബ്രൗണിങ് മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ കൊളോയിഡിലേക്ക് ഒരു സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് കടത്തിവിട്ട് അതിലെ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ കണ്ടിന്യൂസ് സിക്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസാണ്. അതിനെയാണ് ബ്രൗണിങ് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുക. അത് കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് ഇതാ ഈ രീതിയിലാണ് മൂവ് ചെയ്യുക. ചിത്രത്തിൽ കാണാൻ സാധിക്കും ഈ രീതിയിൽ കണ്ടിന്യൂസ് ആണ്, സിക്സാഗ് ആണ്. റാൻഡം കണ്ടിന്യൂസ് സിക്സാഗ് മോഷൻ ഓഫ് ദ കൊളോയിഡ് പാർട്ടിക്കിൾസ് ഇൻ ഡിസ്പേഴ്സൺ മീഡിയം ഈസ് കോൾഡ് ബ്രൗണിങ് മൂവ്മെൻറ്റ്. ബ്രൗണിങ് മൂവ്മെൻറ്റ് ബ്രിട്ടീഷ് ബൊട്ടാണിസ്റ്റായിട്ടുള്ള റോബർട്ട് ബ്രൗൺ ആണ് കണ്ടെത്തിയത്. അവിടെ ഈ കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറവാവുകയും കൊളോയിഡിൻ്റെ വിസ്കോസിറ്റി കുറവാണ് എങ്കിൽ ഈ ബ്രൗണിങ് മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റായിരിക്കും. അതായത് കൊളോയിഡ് പാർട്ടിക്കിൾസ് വളരെ വേഗത്തിൽ മൂവ് ചെയ്യും. ഈ ബ്രൗണിങ് മൂവ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ബ്രൗണിങ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് കാരണം അൺബാലൻസ്ഡ് കൊളീഷനാണ്. ആരൊക്കെ തമ്മിൽ? കൊളോയിഡ് പാർട്ടിക്കിൾസും ഡിസ്പേഴ്സൺ മീഡിയത്തിൻ്റെ മോളിക്യൂൾസും തമ്മിൽ. ഒരു കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന ഡിസ്പേഴ്സൺ മീഡിയത്തിൻ്റെ മോളിക്യൂൾസും കൊളോയിഡ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഒരു അൺബാലൻസ്ഡ് ബൊമ്പാർഡ്മെൻറ്റ്, അതായത് അസന്തുലിതമായിട്ടുള്ള കൊളീഷൻ, അത് നടക്കുന്നത് കൊണ്ടാണ് ഈ ബ്രൗണിങ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഈ ബ്രൗണിങ് മൂവ്മെൻറ്റ് മറ്റൊരു പ്രത്യേകതയുണ്ട്. കൊളോയിഡിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതാണ് ബ്രൗണിങ് മൂവ്മെൻറ്റ്. ഈ ബ്രൗണിങ് മൂവ്മെൻറ്റിന് ഒരു സ്റ്റിറിങ് ഇഫക്റ്റ് ഉണ്ട്. അത് നമുക്കറിയാം, ഒരു കൊളോയിഡ് നമ്മൾ ഉണ്ടാക്കിയത് എപ്പോഴും ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരുന്നാൽ, ഇളക്കിക്കൊണ്ടിരുന്നാൽ അതിലെ പാർട്ടിക്കിൾസിന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ പറ്റില്ല. എന്നതുപോലെ ഈ ബ്രൗണിങ് മൂവ്മെൻറ്റ് കൊളോയിഡിന് സ്റ്റെബിലിറ്റി കൊടുക്കും, കാരണം അതിനൊരു സ്റ്റിറിങ് ഇഫക്റ്റ് ഉണ്ട്. ചാർജ് ഓഫ് കൊളോയിഡ് ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം കൊളോയിഡിനെല്ലാം തന്നെ ചാർജ് ഉണ്ട്. ഒരു കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കൊളോയിഡ് പാർട്ടിക്കിൾസിനും സെയിം ചാർജ് ആയിരിക്കും. ഒന്നുകിൽ പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ സ്റ്റാർച്ച് പാർട്ടിക്കിൾസിനും സെയിം ചാർജ് ആയിരിക്കും. അല്ലെങ്കിൽ മിൽക്ക് എന്ന് പറയുന്ന കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ കൊളോയിഡ് പാർട്ടിക്കിൾസിനും സെയിം ചാർജ് ആയിരിക്കും. ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. നമുക്ക് എക്സാമ്പിൾസ് കാണാം. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡുകൾക്ക് എക്സാമ്പിളാണ് ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്, അതായത് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ഫെറിക് ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ കൊളോയിഡുകളൊക്കെ പോസിറ്റീവ് ചാർജുള്ളതാണ്. അതുപോലെ ബ്ലഡ് ഒരു പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. അതുപോലെ തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ സോളുകൾ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡുകൾക്ക് എക്സാമ്പിൾ ഒന്ന് കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയ മെറ്റലിൻ്റെ സോളുകൾ നെഗറ്റീവ്ലി ചാർജറാണ്. ആഴ്സീനിയം സൾഫേറ്റിൻ്റെ കൊളോയിഡുകൾ നെഗറ്റീവ്ലി ചാർജറാണ്. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള സ്റ്റാർച്ച് സൊല്യൂഷൻ, ഗമ്മ്, ജെലാറ്റിൻ, അതുപോലെ തന്നെ മഡി വാട്ടർ, ഇതെല്ലാം തന്നെ നെഗറ്റീവ്ലി ചാർജറാണ്. ഏറ്റവും നല്ല എക്സാമ്പിളാണ് മിൽക്ക് ഈസ് എ നെഗറ്റീവ്ലി ചാർജഡ് കൊളോയിഡ്. ഇനി എങ്ങനെയാണ് ഈ കൊളോയിഡുകൾക്ക് ചാർജ് കിട്ടുന്നത്? കൊളോയിഡുകൾക്ക് പ്രധാനമായും ചാർജ് കിട്ടുന്നത് ബൈ ദ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം ദ സൊല്യൂഷൻ. അതായത് കൊളോയിഡ് ഉണ്ടായിരിക്കുന്ന സൊല്യൂഷനിൽ നിന്ന് ഒരു നിശ്ചിത അയോണുകളെ അത് അഡ്സോർബ് ചെയ്യുന്നു, അതിശോഷണം ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കൊളോയിഡുകൾക്ക് ചാർജ് ലഭിക്കുന്നത്. ഒന്നുകൂടി പറയാം, കൊളോയിഡ് ഗെറ്റ് ചാർജ് ഡ്യൂ ടു ദ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം ദ സൊല്യൂഷൻ. നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. ഒരു ബീക്കറിൽ നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് എടുത്തിരിക്കുകയാണ്. ഈ പൊട്ടാസ്യം അയോഡൈഡ് എടുത്ത് അതിലേക്ക് നമ്മൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ബീക്കറിൽ പൊട്ടാസ്യം അയോഡൈഡ് എടുത്ത് അതിലേക്ക് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിൽ റിയാക്ട് ചെയ്ത് സിൽവർ അയോഡൈഡ് ഉണ്ടാകും. ആ സിൽവർ അയോഡൈഡ് എന്ത് ചെയ്യും? അതിലടങ്ങിയിരിക്കുന്ന അയോഡൈഡ് അയോണിനെ അഡ്സോർബ് ചെയ്യും. ഡിസ്പേഴ്സൺ മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന അയോഡൈഡ് അയോൺസിനെ ഈ സിൽവർ അയോഡൈഡ് അഡ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡായിട്ട് മാറും. ഇതിവിടെ കാണാൻ സാധിക്കും. നോക്കുക, നമ്മൾ സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്കാണ് ആഡ് ചെയ്തത്. അപ്പോൾ അവ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ അയോഡൈഡ് ഉണ്ടാവും. ഈ സിൽവർ അയോഡൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആ ഡിസ്പേഴ്സൺ മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്ന അയോഡൈഡ് അയോണിനെ അഡ്സോർബ് ചെയ്യുന്നതിനാൽ സിൽവർ അയോഡൈഡിന് ചുറ്റും I- അയോൺസ് ഇങ്ങനെ അഡ്സോർബ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്ക് അത് കൊളോയിഡായിട്ട് മാറും. അതിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ് എന്നാണ് വിളിക്കുക. എന്നാൽ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു ബീക്കറിൽ സിൽവർ നൈട്രേറ്റ് എടുത്ത് അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യണം.
അങ്ങനെ പൊട്ടാസ്യം അയഡൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ AgI എന്ന് പറയുന്ന സിൽവർ അയഡൈഡ് എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുക. പക്ഷേ ഈ പ്രസിപ്പിറ്റേറ്റ് അഡ്സോർബ് ചെയ്യുക ഡിസ്പേഴ്സൺ മീഡിയത്തിലുള്ള Ag+ അയോണിനെയാണ്. അപ്പോൾ AgI എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് ഡിസ്പേഴ്സൺ മീഡിയത്തിലുള്ള Ag+ അയോണിനെ അഡ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡായിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെയാണ് സംഭവിക്കുക. ഇതാണ് ആ പ്രസിപ്പിറ്റേറ്റിൻ്റെ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിളിന് ചുറ്റും പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് അയോൺസ് വന്നിങ്ങനെ അഡ്സോർബ് ചെയ്യണം. അങ്ങനെ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡായിട്ട് മാറും. ഇനി ഈ കൊളോയിഡിന് ചാർജ് ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് കൊളോയിഡിൻ്റെ സ്റ്റെബിലിറ്റി. കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിന് ചാർജ് ഇല്ലായിരുന്നുവെങ്കിൽ അതിലെ പാർട്ടിക്കിൾസ് പരസ്പരം കമ്പൈൻ ചെയ്ത് അത് സെറ്റിൽ ഡൗൺ ചെയ്യണേ, അതായത് കൊളോയിഡ് അൺസ്റ്റേബിൾ ആയേനെ. പക്ഷെ നമുക്കറിയാം എന്താണ് കൊളോയിഡ് സ്റ്റേബിളാണ്. ഇപ്പോൾ ചാർജ് സൊല്യൂഷൻ അതൊരു സ്റ്റേബിളായിട്ടുള്ള കൊളോയിഡാണ്. ലയോഫിലിക് കൊളോയിഡ് സ്റ്റേബിളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കൊളോയിഡുകൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? അതിലടങ്ങിയിരിക്കുന്ന കൊളോയിഡ് പാർട്ടിക്കിൾസിനെല്ലാം സെയിം ചാർജാണ്. സെയിം ചാർജുള്ള പാർട്ടിക്കിൾസ് അടുത്ത് വരുമ്പോൾ അവർ റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് കൊളോയിഡിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദ പ്രസൻസ് ഓഫ് ഈക്വൽ ആൻഡ് സിമിലർ ചാർജസ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് റെസ്പോൺസിബിൾ ഇൻ പ്രൊവൈഡിങ് സ്റ്റെബിലിറ്റി ടു ദ കൊളോയിഡ് ബിക്കോസ് ദ റിപ്പൽസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ സെയിം ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രിവെൻറ്റ് ദം ഫ്രം കൊയാഗുലേഷൻ. കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിനെ സെറ്റിൽ ഡൗൺ ചെയ്യാതിരിക്കാൻ കാരണം ഈ സെയിം ചാർജസ് തമ്മിലുള്ള റിപ്പൽഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഹെംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അതായത് ഈ കാണുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. അതായത് ഇവിടെ ചുറ്റും കാണുന്നത് പോസിറ്റീവ് ചാർജുള്ള അയോൺസാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ്. ഈ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡിനെ എന്ത് ചെയ്യും? അത് ഡിസ്പേഴ്സൺ മീഡിയത്തിൽ നിന്ന് അതിൻ്റെ കൗണ്ടർ അയോണിനെ അട്രാക്റ്റ് ചെയ്യും. അതായത് ഡിസ്പേഴ്സൺ മീഡിയത്തിൽ K+ അയോൺ, I- അയോൺ ഇതൊക്കെ ഉണ്ടായിരിക്കും. കാരണം സിൽവർ നൈട്രേറ്റും പൊട്ടാസ്യം അയഡൈഡും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൊളോയിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡിസ്പേഴ്സൺ മീഡിയത്തിൽ K+ അയോൺസും I- അയോൺസും ഒക്കെ ധാരാളം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ഈ ഡിസ്പേഴ്സൺ മീഡിയത്തിൽ നിന്ന് അതിൻ്റെ കൗണ്ടർ അയോൺ, അതായത് നെഗറ്റീവ് അയോൺ അഡ്സോർബ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് അയോൺസ് ഇതിന് ചുറ്റും വന്ന് ഒരു ലെയർ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഹെംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡാണ്. ആ കൊളോയിഡ് പോസിറ്റീവ് ചാർജുള്ള K+ അയോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ കൊളോയിഡിന് ചുറ്റും പോസിറ്റീവ് ചാർജുള്ള അയോൺസിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യും. ഡബിൾ ലെയർ ആവും അവിടെ. അപ്പോൾ I- ഒരു ലെയർ, K+ ഒരു ലെയർ. അതുപോലെ ഇത് നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്. പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ് അതിൽ നിന്നും ഡിസ്പേഴ്സൺ മീഡിയത്തിൽ നിന്നും I- എന്ന് പറയുന്ന അയോണിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ I- അയോണിൻ്റെ ഒരു ലെയർ അതിന് ചുറ്റും ഫോം ചെയ്യും. അപ്പോൾ ഈ കേസിൽ Ag+ അയോണിൻ്റെ ഒരു പോസിറ്റീവ് ലെയറും I- അയോണിൻ്റെ ഒരു നെഗറ്റീവ് ലെയറും ഉണ്ടാവും. ഇങ്ങനെ കൊളോയിഡിന് ചുറ്റും കാണപ്പെടുന്ന ഓപ്പോസിറ്റ് ചാർജുള്ള ലെയേഴ്സുകളുടെ കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. The combination of the two layers of opposite charges around the colloidal particle is called Helmholtz electrical double layer. ഇനി സെറ്റാ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഈ കൊളോയിഡ് പാർട്ടിക്കിൾസിന് ചുറ്റുമുള്ള ഡബിൾ ലെയർ. ഈ ഡബിൾ ലെയറിൽ ഈ ആദ്യത്തെ ലെയറിൽ ഈ പോസിറ്റീവ് ചാർജിലെ ലെയർ, ഈ ലെയറിനെ നമ്മൾ സാധാരണ വിളിക്കുക ഫിക്സ്ഡ് ലെയർ എന്നാണ് വിളിക്കുക. ഫസ്റ്റ് ലെയർ ഓഫ് ദ അയൺ ഈസ് ഫേംലി ഹെൽഡ് ആൻഡ് ഈസ് ടേംഡ് ആസ് എ ഫിക്സ്ഡ് ലെയർ. എന്നാൽ ഈ പോസിറ്റീവ് ചാർജുള്ള ലെയറിന് ചുറ്റും കാണപ്പെടുന്ന ഈ നെഗറ്റീവ് ചാർജുള്ള അയോണുകളുടെ ലെയറിൽ അതിനെ നമ്മൾ വിളിക്കുക മൊബൈൽ ലെയർ എന്നാണ്. കാരണം അതൊരു ഡിഫ്യൂസ്ഡ് ലെയറാണ്. അതിനെ മൊബൈൽ ലെയർ എന്നാണ് വിളിക്കുക. അപ്പോൾ കൊളോയിഡ് പാർട്ടിക്കിളിന് ചുറ്റും ഒരു ഫിക്സ്ഡ് ലെയർ ഉണ്ടാവും, അത് ആദ്യത്തേത്. പിന്നെ ഒരു മൊബൈൽ ലെയർ, അതായത് ഡിഫ്യൂസ്ഡ് ലെയർ ഉണ്ടാവും, അതിന് സെക്കൻഡ് ലെയർ എന്ന് പറയും. The potential difference set up between fixed layer and diffused layer of opposite charges around the colloid particle is called zeta potential or electrokinetic potential. ഒരു കൊളോയിഡ് പാർട്ടിക്കിൾസിന് ചുറ്റുമുള്ള ഓപ്പോസിറ്റ് ചാർജുള്ള ലെയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് സെറ്റാ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. ഇനി കൊളോയിഡുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോയിഡിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
അതിലെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഒരു നിശ്ചിത ചാർജ് ഉള്ളതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ് ചാർജിലെ ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അതിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുക. നമുക്ക് കാണാം, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു യൂട്യൂബാണ്. ഈ യൂട്യൂബിനകത്തൊരു കൊളോയിഡ് എടുത്തിരിക്കുകയാണ്. ആ കൊളോയിഡ് എടുത്തിട്ട് അതിൽ 2 മെറ്റലിൻ്റെ പ്ലേറ്റ് വെച്ച് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അതായത് ഇത് ഒരു കാഥോഡായിട്ടുള്ള പ്ലേറ്റാണ്, ഇത് ആനോഡായിട്ടുള്ള പ്ലേറ്റാണ്. ഇവിടെ എടുത്തിരിക്കുന്ന കൊളോയിഡ് ഒരു നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊളോയിഡിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കൊളോയിഡ് പാർട്ടിക്കിൾസിനും നെഗറ്റീവ് ചാർജാണ്. ആ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ മൂവ് ചെയ്ത് ഈ പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് വരികയും ഇവിടെ വന്ന് ഇത് ഈ പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റും വന്ന് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുക. അതായത് ദ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡ് പാർട്ടിക്കിൾസ് ടു ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്.